ഹലോ ഫ്രണ്ട്സ്, പുകമറകളില്ലാത്ത യഥാർത്ഥ സത്യങ്ങളാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ, കേരള സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ, സ്വാഗതം. ഇറ്റ്സ് മീ മല്ലു, ബിഗ് ബോസ്. ഏറ്റവും പുതിയ വാർത്തകൾക്കും ചുരുളഴിക്കുന്ന നേർ സത്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് ഇവിടെ ചർച്ച ചെയ്യാം, പ്രശ്നങ്ങൾക്ക് പരിഹാരവും തേടാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റേറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയെ ആശ്രയിച്ച് നിൽക്കുന്ന പലരെയും വിഡ്ഢികളാക്കുന്ന, കള്ളന്മാരാക്കുന്ന, അതായത് യഥാർത്ഥ വാർത്ത എന്ത് എന്ന് പോലും നേരെ ചൊവ്വയെ അറിയുവാനുള്ള ഒരു സാധാരണ പൗരൻ്റെ അവകാശത്തെ പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലുള്ള മാധ്യമധർമ്മമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അത് ഇലക്ഷന് സമയത്ത് വ്യാജ പ്രചരണങ്ങളായിക്കോട്ടെ, പിന്നീട് ഇങ്ങോട്ട് പക്ഷപാതം ചേർന്ന്, അതായത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം കേരളത്തിൽ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ മാധ്യമവും, അത് ഇനി ഒന്നിനെ മാത്രം നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. അതിനേക്കാൾ സങ്കടകരമായത് എന്ത് എന്ന് വെച്ചാൽ, ഈ വയനാട് സമയത്തും ഒരുപാട് മാധ്യമങ്ങൾ നല്ല ഉപകാരം ചെയ്തു, അതായത് അതിനനുസരിച്ചുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലും മുതലെടുപ്പ് നടത്തുന്ന ചിലർ, അർജുൻ്റെ ആ ലോറി മറിഞ്ഞപ്പോൾ വ്യാജ പ്രചരണങ്ങളിലൂടെ റേറ്റിങ്ങും ലൈവ് വ്യൂസിനെയും കൂട്ടാൻ വേണ്ടി കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, മനുഷ്യനെ ഹോപ്പ് തന്നുകൊണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ വരെ, അതായത് ചോര വിറ്റ് കാശാക്കുന്നു എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേ അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിഷനുകളും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മൾ എടുത്തു പറയുന്ന പല പേരുകളും, ഞാൻ ഒന്നിനെ ഇവിടെ പറയുന്നില്ല, പക്ഷേ അവരെല്ലാം ഇത്തരത്തിൽ പക്ഷാപാതം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടി ഏതറ്റവരെയും പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം തന്നെയാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു സാധാരണ വ്യക്തിയുടെ ഇമോഷൻസ് വെച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു കുറ്റവാളിയുടെ ഇമോഷൻസ്, ആ ഒരു ബന്ധുക്കളുടെ, ഫാമിലിയുടെ, സമൂഹത്തിൻ്റെ എല്ലാം ഒരു തെറ്റായ ദിശയിലേക്ക് നയിക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അത് എന്തായാലും അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. തെളിവുകൾ സഹിതം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിന് ഒരു മാറ്റം അനിവാര്യമാണ്. അതിനു വേണ്ടിയുള്ള വീഡിയോകളും മറ്റ് കണ്ടന്റുകളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ, ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനും സംസാരിക്കുവാനും ഡിസ്കസ് ചെയ്യുവാനുമാണെങ്കിൽ മറ്റൊരു വീഡിയോ